മഴത്തോരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടിയും മലീനയും അതുപോലെ മനുവും ഗ്രേസിയും കൂടി ചേർന്നിട്ട് ചിന്നുമോളെ കാണാൻ വേണ്ടിയിട്ട് എത്താണ്. ചിന്നുമോളെ കണ്ട സന്തോഷത്തില് എല്ലാവരും ഇങ്ങനെ ചിന്നുമോളെ എടുക്കുന്നൊക്കെയുണ്ട്. മനുവിനെ കണ്ട ഉടനെ തന്നെ ചിന്നുമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് ആരാണെന്ന്. ഇത് അലീനയുടെ അങ്കിളിന്റെ മകനാണെന്ന് പറയാണ്. നീ മനു അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കൊണ്ടുവന്ന സ്വീറ്റ്സും എക്ലേഴ്സും കേക്കും ഡ്രസ്സും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മേടിച്ചത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് ചിന്നുമോളും അലീനയുടെ അടുത്ത് ചോദിക്കുമ്പോ ദാ ഈ അങ്കിളാണ്. മനു അങ്കിളോ എന്ന് ചോദിക്കാണ് കേട്ടോ. ആഹാ കൊള്ളാലോടി, നീ പേരൊന്നും മറന്നില്ലല്ലോ എന്നൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് അലീന ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാണ്. ചിന്നുമോള് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നൊക്കെയുണ്ട്. തുടർന്ന് രേവതിക്കുട്ടി ചിന്നുമോളെ എടുത്തിട്ട് എക്ലേസ് എല്ലാ പിള്ളേർക്കും അവിടെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചിന്നുമോൾക്ക് വേണ്ടി മേടിച്ച ഡ്രസ്സ് സിസ്റ്റർ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അലീന. പാകാവോ എന്നുള്ള കാര്യം അറിയില്ല. അവളങ്ങ് പെട്ടെന്ന് വലുതായി നന്നായിട്ട് നിറം വെച്ചു എന്നൊക്കെ അലീന പറയുന്ന സമയത്ത് അവളെ ഞങ്ങള് അങ്ങനെ നോക്കുന്നത്, അവള് ഞങ്ങളുടെ പൊന്നു മോളല്ലേ, അവളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ദത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും ഗ്രേസി ആണെങ്കിൽ അവളെ ഞങ്ങൾക്ക് തന്നൂടെ, രേവതിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവളില്ലാത്ത വല്ലാത്ത വിഷമം പോലെയാണ്, അവളെ ഞങ്ങൾ അങ്ങനെ ആർക്കും അങ്ങ് വിട്ടുകൊടുക്കില്ല, അവള് ഞങ്ങളുടെ പൊന്നു മോളല്ലേ എന്നൊക്കെയാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുന്നത്. അതെല്ലാം കേട്ടിട്ട് അവരിങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തുടർന്ന് അവര് 4 പേരും കൂടി ചേർന്നിട്ട് കയ്പമംഗലത്ത് എത്തുന്നതാണ് കാണിക്കുന്നത്. ഇറങ്ങിയ ഉടനെ തന്നെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് അവിടെയാണ് എല്ലാവരും ഒന്ന്. ആരോഗ്യം അലീന ചോദിക്കുമ്പോ മുത്തശ്ശനും അച്ഛനൊക്കെയെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അത് പറയാൻ എന്താ നിനക്ക് ഇത്ര മടി? ഇല്ല എനിക്ക് മടിയൊന്നുമില്ല എന്ന് രേവതിക്കുട്ടി കയറി ചെല്ലുമ്പോഴേക്കും പ്രകാശിന്റെ വൈഫാണ് കേട്ടോ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവരെ കണ്ട ഗ്രേസി ആണെന്നുണ്ടെങ്കിൽ പ്രകാശിന് അവിടെ അകത്തില്ലേന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളല്ലേ കുറച്ചു ദിവസം മുമ്പ് ഇവിടെ വന്നു പോയത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട കാര്യമില്ല എന്ന് പറയുവാണേ. ഞങ്ങള് ഇവിടെ ഒരു രോഗിയുണ്ടല്ലോ, ക്യാൻസർ പേഷ്യന്റ്, അവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നിട്ട് 17 വർഷമായി. ഇത്രയും നാളായിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് കേട്ട് ഗ്രേസി ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത്രയും നാളായിട്ട് ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ, അതുകൊണ്ടാ വന്നത്. അതിന് മാത്രം ഈ കുടുംബമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് രേവതിക്കുട്ടിയുടെ മുത്തശ്ശനങ്ങ് ഇറങ്ങി വരുവാണേ. നിനക്ക് എന്താണ് അറിയേണ്ടത്, നീ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇത് എന്റെ വീടാണ്, ഇവിടെ ആരൊക്കെ വരണം വരണ്ട എന്നുള്ള കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ നീ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ഈ വീടും താങ്ങിയിട്ടല്ലല്ലോ വന്നത്. നിങ്ങളുടെ മകനൊന്ന് ചത്തോട്ടെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരെ വീടാന്നൊക്കെ ഞാൻ പറയാം. അപ്പോഴേക്കും എന്താ ചേച്ചി പ്രശ്നം ചോദിച്ചുകൊണ്ട് അനിയൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ വന്നത് ആരാണെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചപ്പോ ഈ മൂപ്പിലാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അത് ചോദിക്കണ്ടേ, ഇതെന്താ കുറ്റാണോന്നൊക്കെ അനിയൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടാണ് ഇവർ വന്നത്, കൂടുതൽ ചോദ്യം പറിച്ചിട്ടൊന്നും വേണ്ട, ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ല എന്നും കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറയുമ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്ത് മനു ചോദിക്കുന്നുണ്ട് ഇതെന്താ പ്രശ്നമാണോ എന്ന്. അടക്ക ശബ്ദത്തിലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോ ഇത്രയും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ അവിടെ മടിച്ചു നിൽക്കുമ്പോഴേക്കും ഗ്രേസി പറയുന്നുണ്ട് വാ അകത്തേക്ക് കയറുവാ, നമുക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ ഒരുപാട് ദൂരം. അങ്ങനെ അവരെല്ലാരും കൂടി ഉള്ളിലേക്ക് കയറുവാണ്. ഉള്ളിലെത്തി അവരടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ. അതിനുശേഷമാണ് ചോദിക്കുന്നത് ഇത് ആരാണെന്നുള്ള കാര്യം. അലീന തന്നെ പറ ആരാണെന്ന് ഗ്രേസി പറയാൻ വേണ്ടി പറയുന്ന സമയത്ത് ഞാനും സ്നേഹനികേതനത്തിലാണ് വളർന്നത്. തുടർന്ന് രേവതിക്കുട്ടിയാണ് പറയുന്നത് എന്നെ വളർത്തിയത് അലീന ചേച്ചിയാണ്, എനിക്ക് പാട്ട് പാടി തന്നതും വാരി തന്നതും കെട്ടിപ്പിടിച്ച് എന്നെ ഉറക്കിയതും എല്ലാം. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതിക്കുട്ടിയുടെ മുത്തശ്ശൻ അലീനയ്ക്ക് നേരെ കൈകൂപ്പുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ട അലീനയാണെങ്കിൽ അതെന്റെ കടമയായിരുന്നു, ഞാന് അത് ചെയ്തോന്നേ ഉള്ളൂ. ഈ കുഞ്ഞിനെ ആരൊക്കെ കൈപിടിച്ച് സഹായിച്ചിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ കടപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞാണിത്. അതിനുശേഷമാണ് മനു ആരാണെന്നുള്ള കാര്യം ചോദിക്കുന്നത്. ഇത് മനുവേട്ടനാണെന്നും സ്നേഹനികേതനത്തിൽ നിന്ന് എന്നെ പാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആളാണ്, മനുവേട്ടന്റെ കാറിലാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ട ഉടനെ തന്നെ നന്നായിട്ടിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിനുശേഷം രേവതിക്കുട്ടിയെ എന്റെ മോനെ കൊണ്ടേ കാണിക്കട്ടെ ആദ്യം എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയെ മാത്രം കൂട്ടിക്കൊണ്ടു പോവാണ്. ബാക്കി 3 പേരും അവിടെ തന്നെ ഇരിക്കുവാണ്. പ്രകാശിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. മോള് അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോഴും മോള് മാത്രമാണ് കേട്ടോ രേവതിക്കുട്ടി ചെയ്യുന്നത്. മോള് താമസിക്കുന്നിടം ഇതുപോലെ വലിയ ഇടാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവിടെ മോൾക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, മോള് പഠിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞു, നന്നായിട്ട് പഠിക്കണം, പഠിച്ച് വലിയ നിലയിലെത്തുന്ന സമയത്ത് അച്ഛൻ ഉപേക്ഷിച്ച കുഞ്ഞാണ്, ഓർഫൺ ആണെന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറയണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട രേവതിക്കുട്ടി തിരിച്ചു ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നാണ്. അങ്ങനെ പറഞ്ഞാലേ മോളുടെ വലിപ്പം എന്താന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ.
ഇത് കേട്ട രേവതിക്കുട്ടിയാണെങ്കിൽ ഇപ്പോ അച്ഛനുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കല്ലേ മോളെ, അതൊന്നും സാരമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി ആശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്ക്, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ എന്ന്. മുത്തശ്ശൻ പോയി കഴിഞ്ഞതിന് ശേഷം മോളുടെ അമ്മയോട് ഞാൻ വലിയ തെറ്റാ ചെയ്തത്, പക്ഷെ അന്ന് എന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോ രേവതിക്കുട്ടി ഇനി എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, നമ്മള് മോളെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതെല്ലാം ശരിയാണെന്നുള്ള കാര്യം തോന്നും, കുറെ നാളുകൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണെന്നൊക്കെ പറയുമ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, അതൊക്കെ മറന്നേക്ക്, അതാണ് നല്ലത്. മോൾക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ദേഷ്യമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഞാനിനി കുറച്ച് നാളും കൂടിയല്ലേ ഉള്ളൂ, അപ്പൊ ചികിത്സയും മരുന്നൊക്കെ ഇല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ ഇടയ്ക്ക് നല്ല വേദന വരും, ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിൻ കില്ലർ ഉണ്ട്, അത് മാത്രമാണ് മരുന്ന്, ഞാൻ പ്രാർത്ഥിക്കാം അച്ഛന് സുഖമാവാൻ വേണ്ടിയിട്ട്. അത് കേട്ട് ജയപ്രകാശനാണെങ്കിൽ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, വേണം മോള് പ്രാർത്ഥിച്ചാൽ മതി, അച്ഛൻ സുഖപ്പെടും. തുടർന്ന് മുത്തശ്ശൻ നമ്മുടെ അലീനയ്ക്കും മനുവിനും അതുപോലെ ഗ്രേസിക്കും അരികിലേക്ക് വരുന്നുണ്ട്. രേവതിക്കുട്ടി എവിടെ എന്നുള്ള കാര്യം അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ ഗ്രേസി ചോദിക്കുന്നുണ്ട്. അവിടെ അച്ഛനും മോളും കൂടി സംസാരിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്നുള്ള കാര്യം അറിയോ, ഭാര്യയ്ക്ക് അറിയില്ലേ ഇങ്ങനൊരു മോളുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, അവൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുവാണ്, അവൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ അവക്ക് കിട്ടില്ലേ, ഈ വീടും അവൾക്ക് കിട്ടുമല്ലോ, അപ്പൊ ഈ വീട് ചേട്ടന്റെ പേരിലല്ലേ എന്ന് ഗ്രേസി ചോദിക്കുമ്പോ ചെറിയ അവകാശം ഉണ്ടെന്നുള്ളൂ, പക്ഷെ ഞാൻ എത്ര കാലാണ്. ഗ്രേസി പറയുന്നുണ്ട്, ഞാന് ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ, അത് ചേട്ടന് ഗുണേ ചെയ്യുള്ളൂ, രേവതിക്കുട്ടി മകളാണെന്നുള്ള കാര്യം അവരെടുത്ത് പറ, അത് അവർക്കൊരു ഷോക്കാവെന്ന് പറയുമ്പോ അതെ അത് ശരി തന്നെയാണ്, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ അവർ നന്നായിട്ട് നോക്കിക്കോളും, കാരണം ഭർത്താവ് ജീവിച്ചിരിക്കെ മാത്രമാണ് സ്വത്തുക്കൾ അവർക്കാവുള്ളൂ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മകള് വന്നിട്ട് എല്ലാം അവകാശപ്പെടുത്തോ എന്ന് പേടിച്ചിട്ട്. ഇത് കേട്ട മനു ആണെന്നുണ്ടെങ്കിൽ ആന്റിയുടെ ബുദ്ധി സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്. രേവതിക്ക് ഒന്നും വേണ്ടിയിട്ടല്ല, അവൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ കൊടുത്തോളും, പക്ഷെ ഇതിനൊരു ഫലം കിട്ടണം, അതിന് മകന്റെ ഭാര്യ അവന്റെ കൂടെ നിന്നിട്ട് ശുശ്രൂഷിച്ചോളണം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഏതെങ്കിലും മുദ്ര പേപ്പറിനകത്ത് അവനെ കൊണ്ട് സൈൻ ചെയ്ത് മേടിക്കും. അങ്കിളിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തൂടെ, ഭർത്താവിനെ നന്നായിട്ട് നോക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടെന്ന് മനു ചോദിക്കുമ്പോൾ ഒരു കാര്യമില്ല, പെണ്ണുങ്ങളുടെ പരാതിക്ക് നീതി കിട്ടുള്ളൂ, ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അവരുണ്ടാക്കി തരുമോ എന്നുള്ള കാര്യം അലീന ചോദിക്കുമ്പോൾ അവള് തന്നെ ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അങ്കിളോ, ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, അവിടെ കഞ്ഞിയും പയറും പപ്പടും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഞാനങ്ങ് കൂടുവാണ്, ഇടയ്ക്ക് ഹോട്ടലിൽ നിന്ന് വരുത്തിക്കും. അപ്പോൾ അങ്കിളുടെ മകന്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് അവനും കഴിക്കുന്നത്, അവനങ്ങനെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല, എന്തെങ്കിലും കഴിച്ചാലും ഇടയ്ക്ക് ഛർദ്ദിക്കും, കാരണം വയറ്റില് ക്യാൻസർ അല്ലേ. ഇവിടെ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നോ എന്ന് അലീന ചോദിക്കുമ്പോൾ കഞ്ഞിയും പയറും ചമ്മന്തിയും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ടെന്നാ പറയുന്നത്. ഇനി ഞങ്ങൾ കയറി കണ്ടോട്ടെ എന്ന് മനു ചോദിക്കുമ്പോൾ കാണാം, ഇവിടുന്ന് നേരെ അങ്ങ് ചെന്നാൽ മതി, അങ്ങനെയാണെങ്കിൽ ആന്റി നമുക്കും പോവാന്ന് പറഞ്ഞിട്ട് അലീന എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ്. അവരരികിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ അലീനയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ രേവതിക്കുട്ടി. 18 വയസ്സ് വരെ എന്നെ വളർത്തിയ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങ് വളർത്തിയൊന്നുമില്ല, ഞാനും ചെറിയ കുട്ടിയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചങ്ങ് വളർന്നു, അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് മനുവിനെ പരിചയപ്പെടുത്തുവാണ്. അലീന ചേച്ചിയുടെ കെയർടേക്കർ എന്ന് പറയുമ്പോൾ എടി അങ്ങനെയൊന്നും പറയല്ലേ, എന്നെ പാലയിലേക്ക് കൊണ്ടുപോയിട്ട് ജോലിക്ക് ചേർത്തിയത് ആളാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജയപ്രകാശം പറയുന്നത് എല്ലാം അറിഞ്ഞു കാണുമല്ലോ, എന്റെ മോളാണെന്നുള്ള കാര്യം പറയാൻ പോലും അവകാശമില്ല, അവളുടെ അച്ഛനാണെന്ന് പറയാം, ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടാൻ വേണ്ടി പറ്റിയില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. മോൾ ആരാണെന്നുള്ള കാര്യം അറിയാതെ അച്ഛനും അച്ഛൻ ആരാണെന്നുള്ള കാര്യം അറിയാതെ രേവതിക്കുട്ടിയും അറിയാതെ പോയായിരുന്നെങ്കിലോ. ഇത് കേട്ട ഉടനെ തന്നെ ജയപ്രകാശനാണെങ്കിൽ കൈകൂപ്പിയിട്ട് ഗ്രേസിയുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്, എന്റെ മകളെ ഏറ്റെടുത്ത് നോക്കുന്നുണ്ടല്ലോ. അതിന്റെ കൂടെക്ക് രേവതിക്കുട്ടിയും മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. തുടർന്ന് ഗ്രേസി ആണെന്നുണ്ടെങ്കിൽ അസുഖത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വന്നപ്പോ എന്തോ ഒരു മാറ്റം ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോ മനസ്സല്ല ഏറ്റവും വലിയ ഡോക്ടർ, പ്രതീക്ഷയാണ് ഏറ്റവും നല്ല മരുന്നും, ഏത് രോഗത്തിനും ഏത് അവസ്ഥയിലും മാറ്റം വരാം, മിറാക്കിൾ സംഭവിച്ച ചരിത്രങ്ങളും ഉണ്ട്. മനുവിന്റെ ആ വാക്കുകളെല്ലാം കേൾക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി തലകാട്ടുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടിയുടെ അച്ഛൻ. അതിനിടയ്ക്ക് രേവതിക്കുട്ടിയാണെങ്കിൽ അച്ഛന് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. മോളെടുത്ത് അച്ഛന്റെ അരികിൽ ഇരുന്നിട്ട് അച്ഛനെ കൊടുക്കാൻ വേണ്ടി പറയുവാണ്. അവന്റെ ഒരു ആഗ്രഹമാണ് മോളുടെ കൈ കൊണ്ട് കഞ്ഞി വാരി കുടിക്കണം ഇത്തിരി എന്നുള്ളത്. അതൊക്കെ വേണോ എന്ന് മനു പറയുന്നുണ്ട്. കൈവയ്യാഞ്ഞിട്ടല്ല, മരിക്കുന്നതിന് മുമ്പുള്ള ഓരോ ആഗ്രഹങ്ങളാണെന്ന് രേവതിക്കുട്ടിയുടെ അച്ഛൻ. അങ്ങനെ തന്റെ അച്ഛന് രേവതിക്കുട്ടി കഞ്ഞി വാരി കൊടുക്കുവാണ്. അച്ഛൻ സന്തോഷത്തോടു കൂടി കഴിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കണ്ണു നിറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് അവര് അവിടെ നിന്നെല്ലാം പോകുന്ന തിരികെ അലീനയും ഗ്രേസിയും അതുപോലെ തന്നെ രേവതിക്കുട്ടിയെയും വീട്ടിലാക്കിയിട്ട് നമ്മുടെ മനു പോകുന്ന സമയത്ത് അലീനയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. മനു ഇങ്ങനെ പോകുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കുമ്പോഴൊക്കെ അലീനയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട്.
കാരണം നമ്മുടെ മനുവിനെ വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ അലീന ഉള്ളത്. അതേസമയം കടപ്പാട്ടൂരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഹി നന്നായിട്ട് കുടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. രോഹിയുടെ ആ വരവും അതുപോലെ അതെല്ലാം കണ്ടിട്ട് നമ്മുടെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ കൈയോടെ പൊക്കുന്നുണ്ട്. എന്താ നിങ്ങൾ രോഹിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഞാൻ കുടിച്ചിട്ടുണ്ട്, ഞാനങ്ങനെ ആരുടെയും അടിമയല്ല എന്നൊക്കെയാണ് കൃഷ്ണമോളെടുത്ത് പറയുന്നത്. രോഹി കുടിച്ചത് അരിയോടൊപ്പം ചേർന്നിട്ടാണ്. ഇനി എന്തായാലും ഇങ്ങനെ വല്ല ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഇനി മദ്യത്തിനും അതുപോലെ ലഹരിക്കും അടിമയാവുകയാണ് രോഹി ചെയ്യുന്നത്. ഇതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്